CUT UG വഴി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിൻ്റെ UG ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21 ജൂലൈ 2026 ആണ്. അപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങളുടെ CUT UG ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് uohydcut.samarth.edu.in എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വെബ്സൈറ്റ് പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ജനറൽ കാൻഡിഡേറ്റ്സിന് 300 റുപ്പീസ് ആണ് ആപ്ലിക്കേഷൻ ഫീസായി വരുന്നത്. അതുപോലെ തന്നെ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 200 റുപ്പീസ് ആണ്. OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 200 റുപ്പീസ് ആണ്. അതുപോലെ തന്നെ SC ST PWD ബാക്കിയുള്ള കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 125 റുപ്പീസ് ആണ്. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾ കമ്പയർ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ കുറവാണ്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളും അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. ആദ്യം തന്നെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc മാത്തമാറ്റിക്കൽ സയൻസ് കോഴ്സിനെ പറ്റി പറയാം. അപ്പോൾ ഈ ഒരു കോഴ്സിന് എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ +2 മാത്സ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 60% മാർക്കോട് കൂടി +2 പാസ്സായിരിക്കണം. അതാണ് ഫസ്റ്റ് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നമ്മൾ CUET-യിൽ ഏത് സബ്ജക്റ്റാണ് ഡൊമൈൻ ആയിട്ട് എഴുതിയിട്ടുള്ളത്, നമ്മൾ CUET-യിൽ ഏത് സബ്ജക്റ്റാണ് ഡൊമൈൻ, അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്ട് കോമ്പിനേഷൻ ഏതായിരിക്കണം എന്നുള്ളത് പറയുന്നത് കോർ പേപ്പറായിട്ട് മാത്സ് എഴുതിയിരിക്കണം. മാത്സ് CUET UG-യിൽ എഴുതിയിരിക്കുന്ന ആളായിരിക്കണം ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിസിക്സ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ കെമിസ്ട്രി എഴുതിയിരിക്കണം, കൂടാതെ ഇംഗ്ലീഷും എഴുതിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 സബ്ജക്റ്റുകൾ എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് MSc മാത്തമാറ്റിക്കൽ സയൻസിനുള്ള ഈ ഒരു കോഴ്സിന് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സെക്കൻഡ് വരുന്നത് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc ഫിസിക്സ് ആണ്. ഈ ഒരു കോഴ്സിന് ഫിസിക്സ് നിർബന്ധമായി എഴുതിയിരിക്കണം, അതുപോലെ തന്നെ മാത്സ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഴുതിയിരിക്കണം. ഫിസിക്സ്, മാത്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഴുതിയാൽ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതുപോലെ തേർഡ് കോഴ്സായി വരുന്നത് ഇൻ്റഗ്രേറ്റഡ് MSc കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കോർ പേപ്പറായിട്ട് നമ്മൾ കെമിസ്ട്രി പേപ്പർ എഴുതിയിരിക്കണം CUET UG-യിൽ. അതുപോലെ തന്നെ ഇംഗ്ലീഷും ഫിസിക്സും എഴുതിയിരിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് 4 ഇയർ BS കെമിസ്ട്രി ആണ്. 4 ഇയർ ഹോണേഴ്സ് കോഴ്സാണത്. ഹോണേഴ്സ് വിത്ത് റിസർച്ച് കോഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോർ പേപ്പറായിട്ട് പറയുന്നത് നിർബന്ധമായി എഴുതിയിരിക്കണം എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. അതുപോലെ തന്നെ ക്വാളിഫയിങ് പേപ്പറായിട്ട് ഫിസിക്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും നിർബന്ധമായി എഴുതിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ വരുന്ന കോഴ്സാണ് 5th കോഴ്സായി വരുന്നത് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് BSc MSc ബയോളജി ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ കോർ പേപ്പറായി പറയുന്നത് വെച്ചാൽ 2 ഇതാണ് പറയുന്നത്. ഒന്നെങ്കിൽ ബയോളജി അല്ലെങ്കിൽ മാത്സ് എഴുതിയിരിക്കണം, കൂടെ കെമിസ്ട്രി, ഫിസിക്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഴുതിയിരിക്കണം. ബയോളജി അല്ലെങ്കിൽ മാത്സ് കൂടാതെ കെമിസ്ട്രി, ഫിസിക്സ്, ഇംഗ്ലീഷ് ഇത്ര സബ്ജക്റ്റ് എഴുതിയാലാണ് ഈ ഒരു കോഴ്സിന് നമ്മൾ എലിജിബിൾ ആവാന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിന്റെ ക്രൈറ്റീരിയയിൽ പറയുന്നുള്ളത്. അതുപോലെ തന്നെ 6th വരുന്നത് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc അപ്ലൈഡ് ജിയോളജി ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫിസിക്സ് എഴുതണം, കെമിസ്ട്രി എഴുതണം, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, ബയോളജി. ഇംഗ്ലീഷ്, മാത്സ്, ബയോളജി എന്ന് പറയുന്നത് ക്വാളിഫയിങ് പേപ്പറാണ്. മെയിനായിട്ട് ഇതിൽ നോക്കുക ഫിസിക്സും കെമിസ്ട്രിയിലും പേപ്പർ ആയിരിക്കും. പിന്നെ വരുന്നത് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc സൈക്കോളജി. മോസ്റ്റ് ഓഫ് ദി ആളുകൾ നോക്കുന്ന ഒരു കോഴ്സാണ് സൈക്കോളജി എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ സീറ്റ്സും കുറവാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന് ഭയങ്കര ഡിമാൻഡുള്ള ഒരു കോഴ്സാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലെ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കോർ പേപ്പറായിട്ട് പറയുന്ന സൈക്കോളജിയാണ്. അതുപോലെ തന്നെ ക്വാളിഫയിങ് പേപ്പറായിട്ട് ജനറൽ ടെസ്റ്റും അതുപോലെ തന്നെ ഇംഗ്ലീഷും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 ഇതാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ ഇൻ്റഗ്രേറ്റഡ് MSc സൈക്കോളജിക്ക് നമ്മൾ എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഇൻ്റഗ്രേറ്റഡ് MA തെലുഗു ആണ്. MA തെലുഗു കോഴ്സിന് ഹൈദരാബാദുകാരാണ് പൊതുവെ ആ ഒരു കോഴ്സ് അപ്പിയർ ചെയ്യാറുള്ളത്. അതിന് കോർ പേപ്പറായിട്ട് തെലുഗു എഴുതിയിരിക്കണം സബ്ജക്റ്റിൽ, അതുപോലെ തന്നെ ഇംഗ്ലീഷും എഴുതിയിരിക്കണം എന്നുള്ളതാണ് അതിൽ പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MA ഹിന്ദിയാണ്. ഹിന്ദി കോഴ്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കോർ പേപ്പറായി ഹിന്ദി പേപ്പർ എഴുതിയിരിക്കണം ലാംഗ്വേജിൽ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് പേപ്പർ എഴുതിയിരിക്കണം എന്നുള്ളതാണ് ക്വാളിഫയിങ് പേപ്പറായിട്ട്. പിന്നെ വരുന്നത് ഇൻ്റഗ്രേറ്റഡ് MA ലാംഗ്വേജ് സയൻസ് ആണ് വരുന്നത്. ഈ ഒരു കോഴ്സിൽ കോർ പേപ്പറായിട്ട് ഇംഗ്ലീഷ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ജനറൽ പേപ്പർ എഴുതിയിരിക്കണം. ഇംഗ്ലീഷും ജനറൽ പേപ്പർ എഴുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നുള്ളതാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഇവിടുത്തെ ഇൻ്റഗ്രേറ്റഡ് ലാംഗ്വേജസിലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MA ഉറുദു. അപ്പോൾ ഈ ഒരു കോഴ്സിനാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജിന് ഉറുദു എഴുതണം, കൂടാതെ ഇംഗ്ലീഷ് എഴുതണം എന്നുള്ളതാണ് ക്രൈറ്റീരിയ പറയുന്നുള്ളത്. പിന്നെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MA ഫിലോസഫി. ഈ ഒരു കോഴ്സിന് ജനറൽ ടെസ്റ്റും അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഴുതിയാൽ നമ്മൾ അഡ്മിഷന് എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ വരുന്നത് 13th കോഴ്സായി വരുന്നത് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MA എക്കണോമിക്സ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് എക്കണോമിക്സിന് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ അറിയപ്പെടുന്നത്. സയൻസ് ഡിപ്പാർട്ട്മെന്റ്സും നല്ല ഡിപ്പാർട്ട്മെന്റ്സ് തന്നെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലുള്ളത്. മാത്സ് പോലുള്ള ഡിപ്പാർട്ട്മെന്റ്സ്, കെമിസ്ട്രി പോലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് നല്ല ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പോൾ ഈ എക്കണോമിക്സിൽ വരുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്
ജനറൽ ടെസ്റ്റ് എഴുതണം, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഴുതണം എന്നുള്ളതാണ്. ഈ 2 പേപ്പർ എഴുതാണെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ വരുന്നത് 14th കോഴ്സ് ആയിട്ട് വരുന്നത് ഇന്റഗ്രേറ്റഡ് MA ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി കോഴ്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷ് എഴുതിയാൽ മതി, നിങ്ങൾ എലിജിബിൾ ആവുന്നതാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾക്ക് മോസ്റ്റ് ഓഫ് ദി കോഴ്സുകൾക്ക് പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൻഡ് ജനറൽ ടെസ്റ്റ് ആണ്. നമ്മൾ ബാക്കിയുള്ളത് പറയാം, മെല്ലെ പറഞ്ഞുതരാം. അപ്പോൾ ഹിസ്റ്ററിൻ്റെത് അങ്ങനെയാണ്, ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റ് എഴുതിയാൽ മതിയാവും. അതുപോലെ തന്നെ 5 ഇയർ ഇന്റഗ്രേറ്റഡ് MA പൊളിറ്റിക്കൽ സയൻസ്, ഈ ഒരു കോഴ്സിന് നോക്കുന്നത് പറയുന്നത് ജനറൽ ടെസ്റ്റ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആണ്. ഈ 2 പേപ്പർ എഴുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എലിജിബിൾ ആവുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 2 ടോട്ടൽ മാർക്ക് കൂട്ടിയിട്ടായിരിക്കും നമ്മൾ അഡ്മിഷന് പരിഗണിക്കുക. അതുപോലെ തന്നെ 5 ഇയർ ഇന്റഗ്രേറ്റഡ് MA സോഷ്യോളജി, ഈ ഒരു കോഴ്സിന് നമ്മൾ പരിഗണിക്കുന്നത് നമ്മളുടെ ഡൊമൈൻ സബ്ജക്റ്റ് ഒന്നുമല്ല, ഇതുപോലെ ഇംഗ്ലീഷും ജനറൽ പേപ്പറാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് 2 കൂട്ടിയിട്ടുള്ള ടോട്ടൽ മാർക്കായിരിക്കും പരിഗണിക്കുക. അതുപോലെ തന്നെ 5 ഇയർ ഇന്റഗ്രേറ്റഡ് MA ആന്ത്രപ്പോളജി, അപ്പോൾ അതിലും ജനറൽ ടെസ്റ്റ് ഇംഗ്ലീഷ് തന്നെയാണ് ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഇതിന്റെ എന്താ പറയുക ക്രൈറ്റീരിയ സബ്ജക്റ്റ് ഒക്കെ പറയുന്നത്. പിന്നെ ഇതിന്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ വെബ്സൈറ്റിൽ പോയാൽ ക്ലിയർ ആയി കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങളൊരു 2-3 ദിവസം വെയിറ്റ് ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യുക. വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങളൊരു മാർക്ക് എന്താ പറയുക 150 above ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കൊടുത്തിരിക്കേണ്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്, ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. കമ്പാരേറ്റീവ്ലി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഏകദേശം 48 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ വരുന്നതിൽ ടോപ്പായിട്ട് വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായും കൊടുത്തിരിക്കുക എന്നുള്ളതാണ്. ടോപ്പ് ടയർ 1 വരുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. അപ്പോൾ CUT വഴി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്.